സീതാദേവിയെ പിരിഞ്ഞിരിക്കാൻ സാധിക്കാത്തതുകൊണ്ട് ശ്രീരാമൻ സീതാദേവിയുടെ ഒരു സ്വർണ്ണ പ്രതിമയുണ്ടാക്കി തൻ്റെ സമീപത്തായി സ്ഥാപിച്ചു. അങ്ങനെയിരിക്കെ ശ്രീരാമൻ വലിയൊരു അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ചു. യാഗത്തിൽ പങ്കെടുക്കാൻ നിരവധി ആളുകൾ എത്തിച്ചേർന്നു. മുനിമാർ, രാജാക്കന്മാർ, ബ്രാഹ്മണർ തുടങ്ങി നിരവധി ആളുകൾ യാഗശാലയിലേക്ക് എത്തിച്ചേർന്നു. ലവകുശന്മാർക്ക് 12 വയസ്സായി. വാൽമീകി മഹർഷിയോടൊപ്പം ലവനും കുശനും അയോധ്യയിലെത്തി. മുനിമാർ താമസിക്കുന്ന ആശ്രമത്തിൽ ഇരുവരും താമസിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ലവൻ വാൽമീകി മഹർഷിയോട് ജ്ഞാനശാസ്ത്രത്തെപ്പറ്റി ആരായുന്നു. ജീവന് ബന്ധമുണ്ടാകുന്നത് എങ്ങനെയെന്നും അതിൽ നിന്ന് മുക്തരാകുന്നത് എങ്ങനെയെന്നും ചോദിച്ചറിയുന്നു. ശ്രീരാമ കഥകൾ പറയുമ്പോഴും സീതയും ശ്രീരാമനും തൻ്റെ മാതാപിതാക്കളാണെന്ന് ആ ബാലകർ അറിയുന്നുണ്ടായിരുന്നില്ല. രാമായണ കഥകൾ രാജവീതി തോറും മനോഹരമായി 2 ബാലകർ പാടി നടക്കുന്നുണ്ടെന്നുള്ള കഥ ശ്രീരാമൻ അറിയുന്നു. ഇതറിഞ്ഞ് ശ്രീരാമൻ ആ ബാലകരെ കൊട്ടാരത്തിലേക്ക് ആളയച്ച് ക്ഷണിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ആലാപനത്തിന് ശ്രീരാമൻ നൽകുന്ന പ്രതിഫലം സ്വീകരിക്കരുതെന്ന് വാൽമീകി മഹർഷി ബാലകരോട് പറയുന്നു. എന്നാൽ ആ കുമാരന്മാരുടെ സൗന്ദര്യവും ആലാപനവും ശ്രീരാമനോടുള്ള മുഖച്ഛായയും ഏവരെയും ആശ്ചര്യപ്പെടുത്തി. ബാലകർ രാമായണ കഥ ആലപിച്ചു തുടങ്ങി. ആലാപനത്തിൽ മതിമറന്ന ശ്രീരാമൻ ആ ബാലകർക്ക് 10,000 സ്വർണ്ണനാണയം സമ്മാനമായി നൽകാൻ തീരുമാനിക്കുന്നു. എന്നാൽ തങ്ങൾ വനവാസികളായ മുനികുമാരന്മാരാണെന്നും സ്വർണം കൊണ്ട് തങ്ങൾക്ക് യാതൊരു പ്രയോജനവുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ ബാലകർ സമ്മാനം സ്നേഹത്തോടെ തിരസ്കരിക്കുന്നു.